ഹലോ ഗായ്സ്, ഞാൻ ഈ മതിലും ചാരി നിൽക്കുന്നത് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ മതിൽ മറിച്ചിടാൻ പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ലാട്ടോ, മതിൽ മറിച്ചിടാൻ വേണ്ടിയൊന്നുമില്ല. മതിൽ ചാടി ഒരുത്തം വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പൈപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ റിയാസ് ഖാനാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ് പൈപ്പ് പരിപാടി നടക്കുന്നത്. പക്ഷേ മെയിൻ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനാണ്. ബാക്കിയുള്ളവർ ഇതേപോലെ നോക്കിക്ക് ഇങ്ങനെ കുത്തിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങി നിൽക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് റിയാസാണ് ഇത് മെയിനായിട്ട് ഇതിൻ്റെ പരിപാടികളൊക്കെ തീർക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമുക്ക് അടുത്ത ഒരു വലിയ പരിപാടിയുണ്ട്. നമ്മുടെ ടുങ്കുളുവിനെ നമ്മൾ ഉറക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മുടെ മെയിൻ സൂപ്പർവൈസറായ കുഞ്ഞനാണ് ഇതിനെ പരിപാടി ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ തോട്ടി എടുത്തുകൊണ്ട് വരുന്നത്. നിങ്ങൾ ചിന്തിക്കും അല്ലാട്ടോ, നമുക്ക് കുറച്ച് സംഭവമുണ്ട്, നമ്മൾ കുറച്ച് സപ്പോർട്ട് പറിക്കാൻ പോകുന്നത്. ഇത് ആരാണ് ഇത് പറിക്കുന്നതും പിടിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കാണണം ഗൈസ്. കിട്ടി ഉന്നേട്ടനാ പിടിച്ചത്. അങ്ങനെ സപ്പോർട്ട് പറിക്കുന്ന ടാസ്ക് നമ്മൾ തീർത്തിട്ട് നമ്മളെല്ലാവരും കൂടെ വൈകുന്നേരത്തെ പണികളൊക്കെ തീർത്തിട്ട് പൊട്ടും വെച്ച് കുളിച്ച് സുന്ദരിയായിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഞാനെല്ലാം റെഡിയായി എല്ലാം സെറ്റപ്പ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ടുങ്കുടുവിനെ എണീപ്പിക്കാനുള്ള പരിപാടി. ടുങ്കുടു ആണെങ്കിൽ നല്ല അമ്മ റെഡിയായി പോണ കാറില് ചാച്ചാ ഉറങ്ങുമായിരുന്നു അറിഞ്ഞില്ല. ടാറ്റാ. അങ്ങനെ അന്തം വിട്ട് കുന്നം പോലെ ഇരിക്കുന്ന ടുങ്കുളുവിനെ എണീപ്പിച്ച് റെഡിയാക്കി കാർ കയറ്റി വിട്ടിട്ടുണ്ട്. ഞാനും ഉണ്ണിയേട്ടനും ബൈക്കിൽ നേരെ പുറകിലാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും. ബാക്കി എല്ലാവരും കാറിൽ കുത്തി നിറച്ച് തിക്കി നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങൾ തറവാടിൻ്റെ വീട്ടിലേക്കാണ്, അതായത് അച്ഛൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് കുറേ നാളായി. അപ്പോൾ ഇവിടെ ടുങ്കുളുവിന് ഒരു മുത്തശ്ശി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചിരുന്നിട്ട് എല്ലാവരോടും ടാറ്റാ ബൈ ബൈ സി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് തൊട്ടടുത്ത സ്ഥലമാട്ടോ, ഒരുപാട് ദൂരമൊന്നും പോകാനില്ല. ഞാനും ഉണ്ണിയേട്ടനും പിന്നെയും ബൈക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പം ഇതേപോലത്തെ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.